വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇനിയാണ് ആക്ച്വൽ റീഫാക്ടറിംഗ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകം ആഡ് ചെയ്തു. നമ്മൾ നേരത്തെ എംപ്ലോയിൽ ഡിപ്പാർട്ട്മെന്റ് സ്ട്രിംഗ് ആയിട്ട് കൊടുക്കുകയായിരുന്നു, ഒരു ഫീൽഡ് ആയിട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ല. അപ്പൊ അത് മാറ്റിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കണം. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഡൈനാമിക് ആയിട്ട് ടൈപ്പ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യണം, നമ്മൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ ഇപ്പൊ ഐടിയും സൈബർ സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ. ആ രണ്ട് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് എംപ്ലോയോ അല്ലെ എഡിറ്റ് എംപ്ലോയോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, ലോഡ് ആവണം. ലോഡായിട്ട് അവിടുന്ന് ഡ്രോപ്പ് ഡൗൺ ആയിരിക്കണം. എന്നിട്ട് ആ ഡ്രോപ്പ് ഡൗൺ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റണം. അതാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ആഡ് എംപ്ലോയില് ഞാൻ ആദ്യം വന്നിട്ട് എന്ത് ചെയ്യാണ്, എംപ്ലോയി നമ്മൾ റിക്വയർ ചെയ്യുന്നുണ്ട് മോഡൽ, അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റും കൂടെ റിക്വയർ ചെയ്യാണ്. എന്നിട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വേരിയബിൾ ഉണ്ടാക്കുകയാണ് മോഡൽ ഡിപ്പാർട്ട്മെന്റിൽ ക്രിയേറ്റ് ചെയ്തിട്ട്. അപ്പൊ അതിൽ എന്തൊരു ഇഷ്യൂ ഉണ്ട്, അതെന്താണെന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. ആഡ് എംപ്ലോയി ക്ലിക്ക് ചെയ്യുമ്പോൾ കനോട്ട് ഡിക്ലെയർ ക്ലാസ് ബേസ് മോഡൽ ബിക്കോസ് നെയിം ഓൾറെഡി ഇൻ യൂസ്. ബേസ് മോഡൽ ഓൾറെഡി ഇൻ യൂസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആഡ് എംപ്ലോയി ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന എറർ ഇതാണ്, ഫാറ്റൽ എറർ കനോട്ട് ഡിക്ലെയർ ക്ലാസ് 1 HRMS മോഡൽ ബേസ് മോഡൽ ബിക്കോസ് നെയിം ഈസ് ഓൾറെഡി ഇൻ യൂസ്. ഇൻ എന്താണ്, ബേസ് മോഡൽ എന്നാണ് പറയുന്നത്. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള എററാണ്. അപ്പോ ഈ ബേസ് മോഡലിൽ നോക്കിക്കഴിഞ്ഞാൽ ലൈൻ നമ്പർ 5 നോക്കിയാൽ ബേസ് മോഡൽ ലൈൻ നമ്പർ 5 നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ എവിടെയാണ് അത് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഈ ബേസ് മോഡൽ യൂസ് ചെയ്യുന്നത് രണ്ട് സ്ഥലത്താണ്. ഒന്ന് എംപ്ലോയിയിൽ എന്ത് കേൾക്കുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അവിടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റിലാണ്. ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യുന്നത്. ഇത് മാത്രമേ നമ്മൾ ഈ ബേസ് മോഡൽ കൊണ്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ മൂന്ന് സ്ഥലത്ത് എവിടെയെങ്കിലും ആയിരിക്കണം ഇഷ്യൂ എന്നുള്ളത്. അപ്പൊ ബേസ് മോഡൽ നോക്കുമ്പോൾ ഇതൊരു ഫയൽ പ്രോപ്പർ ഒരു ക്ലാസ് ആണ്, അതിൽ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നിടത്താണ് എന്തൊരു മിസ്റ്റേക്ക് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ചെക്ക് ചെയ്യാം എന്താണ് അവിടെ ഇഷ്യൂ എന്നുള്ളത്. ബാക്കിയുള്ള കോഡിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ വാലിഡേഷൻ റേറ്റിനൊക്കെ റിക്വയർ വൺസ് ആണ് കൊടുത്തത്. പക്ഷെ ഇവിടെ നമ്മൾ ബേസ് മോഡലിന് റിക്വയർ ആണ് കൊടുത്തത്. അപ്പൊ അതിന് വൺസ് ആക്കുക. അതായത് ഒരു പ്രാവശ്യം ഓൾറെഡി എംപ്ലോയി റിക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഡിപ്പാർട്ട്മെന്റ് റിക്വയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ റിക്വയർ വൺസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. എംപ്ലോയിലും അതേപോലെ തന്നെ ഫീച്ചർ എറേഴ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റിക്വയർ വൺസ് ആക്കാണ്. അതിനുശേഷം നോക്കാം. അതിനുശേഷം ആ എറർ സോൾവ് ആയിട്ടുണ്ട്. ഇനി ക്രൂഡ് ഇന്റർഫേസ് ഇൻക്ലൂഡ് ചെയ്യുന്നതിലും മാത്രമേ ഇഷ്യൂ ഉള്ളൂ. ക്രൂഡ് ഇന്റർഫേസ് നമ്മൾ ആഡ് എംപ്ലോയി ആകുമ്പോൾ നമ്മൾ ഫോൾഡറിന്റെ ഉള്ളിൽ നല്ല വിളിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ആഡ് ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഫോൾഡറിന്റെ ഉള്ളിൽ നിന്നാണ്. അപ്പൊ രണ്ടും റിലേറ്റീവ് ആകുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് വരും, കൺഫ്യൂഷൻസ് വരും. അപ്പൊ നമ്മൾ ബാക്ക് സ്ലാഷ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ആ സ്ക്രിപ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഈ ഒരു ആഡ് എംപ്ലോയി എന്ന് പറഞ്ഞൊരു ഫയലല്ലേ. അപ്പൊ അതിന് റിലേറ്റീവ് വരെ അതിന്റെ ബാക്കിലേക്ക് പോകാനില്ല. അപ്പോൾ ഈ ബാക്ക് വർക്ക് ആവില്ല. പക്ഷെ നമ്മളിത് ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഫിക്സ് ആവും. പക്ഷെ നമ്മൾ എവിടെ ഫിക്സ് ആവില്ല, നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ അത് അവിടെ വർക്ക് ആവില്ല. ഉദാഹരണത്തിന് ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഈ ഫയലിന്റെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്താണ്, അത് പ്രോപ്പർ ആണ്, വർക്ക് ആവും. പക്ഷെ ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ പോയാലോ, അവിടെ പോകുമ്പോൾ ഇഷ്യൂ ഉണ്ടാവും. അവിടെ ഡിപ്പാർട്ട്മെന്റ് ഫോൾഡറിന്റെ ഉള്ളിൽ ഇന്റർഫേസ് എന്ന് പറഞ്ഞ ഫോൾഡർ ഇല്ല, ബാക്കിലേക്ക് പോകണം. അവിടുന്ന് കറക്റ്റ് ആക്കണമെങ്കിൽ ബാക്ക് ഇട്ട് കൊടുക്കുകയും വേണം. അപ്പൊ നമ്മളിത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, ഫയൽ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റും പിന്നെ ഡയറക്ടറി നെയിം കാണാനുള്ള കറന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഫയലിന്റെ ഡയറക്ടറി നെയിം, അതായത് നമുക്ക് അബ്സല്യൂട്ട് URL, റിലേറ്റീവ് URL ആണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത്. റിലേറ്റീവ് URL എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഫയലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള URL, അതാണ് റിലേറ്റീവ് URL. അബ്സല്യൂട്ട് URL എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഫുൾ പാത്ത് കൊടുക്കുന്ന സി ഡ്രൈവിൽ ഇന്ന ഫോൾഡറിന്റെ ഉള്ളിലുള്ള ഫയൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുൾ പാത്ത് കൊടുക്കുന്നതിനാണ് അബ്സല്യൂട്ട് URL എന്ന് പറയുന്നത്. അപ്പൊ അബ്സല്യൂട്ട് URL എങ്ങനെ കൊടുക്കാം, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഫയലിനെ ബേസ് ചെയ്തിട്ട് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് dir നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കാം. dir നെയിം, എന്നിട്ട് അതിലേക്ക് കറണ്ട് ഫയലിന്റെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, അത് പാസ് ചെയ്യാം. അണ്ടർസ്കോർ ഫയൽ അണ്ടർസ്കോർ എന്നിട്ട് അത് dir നെയിമിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഫയൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഫയലിന്റെ ഫോൾഡർ റിട്ടേൺ ചെയ്യും. അപ്പൊ അത് എന്താണ് റിട്ടേൺ ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മളെ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ വന്നപ്പോൾ യൂസേഴ്സ് ഡെവോ ഡെസ്ക്ടോപ്പ് പ്രോജക്ട് ബീറ്റാ സ്ക്വിറൽ ടാസ്ക് PHP MySQL മോഡൽ കണ്ട്. എന്റെ മാക്കിലായതുകൊണ്ട് സി ഡ്രൈവ് എന്നല്ല ഇങ്ങനെയാണ് പാത്ത് ഉണ്ടാവുക. അപ്പൊ ഫുൾ ആ മോഡലിന്റെ, അതായത് ഈ ഫയൽ എവിടെയാണുള്ളത് ആ ഫയലിന്റെ ഫുൾ എന്താണ് ഫോൾഡർ പാത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ എംപ്ലോയിലാണ് പോകുന്നതെങ്കിലോ, എംപ്ലോയിലാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് കിട്ടുക. പക്ഷെ അതവിടെ എക്സിക്യൂട്ട് ആയിട്ടില്ല. ആഡ് എംപ്ലോയി ക്ലിക്ക് ചെയ്യണം, അപ്പോഴാണ് എക്സിക്യൂട്ട് ആവുക. ആഡ് എംപ്ലോയി ക്ലിക്ക് ചെയ്യുമ്പോൾ സെയിം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ രണ്ട് സ്ഥലത്ത് നിന്നാലും ഈ ഒരു ഫയലിന്റെ ഡയറക്ടറി നെയിമാണ് എടുക്കുക. ഈ ഫയൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഫയൽ ഏത് ഫോൾഡറിലാണുള്ളത് എന്നുള്ളത്. അപ്പൊ ഫോൾഡർ കിട്ടി. ആ ഫോൾഡറിന് ഒരു സ്റ്റെപ്പ് ബാക്കിലേക്കാണ് നമുക്ക് പോകേണ്ട ഇന്റർഫേസിലേക്ക് പോകാൻ. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഈ പാത്തിനോട് ഒന്ന് അപ്പൻഡ് ചെയ്ത് കൊടുക്കും. നെയിം ഡോട്ട് എന്നിട്ട് എന്ത് ചെയ്യണം, ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് പോയിട്ട് ഇന്റർഫേസ് ഫോൾഡർ. ഇതേപോലെ തന്നെ റേറ്റിന് ഈ ഫിക്സ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ സെയിം ഫിക്സ് നമുക്ക് എംപ്ലോയിലും കൂടെ കൊടുക്കാം. അവിടെ നമുക്ക് അപ്പൊ എന്ത് ചെയ്യണം, ഡോട്ട് കൊടുക്കണം. അബ്സല്യൂട്ട് പാത്ത് ആയതുകൊണ്ട് അപ്പൻഡ് ചെയ്തു. എന്നിട്ട് ഒരു സ്റ്റെപ്പ് ബാക്കിലേക്കുള്ള ഡോട്ട് സ്ലാഷും കൂടെ കൊടുത്തു. പിന്നെ റീഫ്രഷ് ചെയ്യാം. റിക്വയർ വൺസ് മോഡൽ ക്രൂഡ് ഇന്റർഫേസ് ഇവിടെ സ്ലാഷ് വേണം. ആ സ്ലാഷ് മിസ്സായി പോയിട്ടുണ്ട്. അപ്പൊ ആഡ് എംപ്ലോയിൽ കറക്റ്റ് ആണ്. ഡിപ്പാർട്ട്മെന്റിൽ വന്നപ്പോൾ അവിടെയും ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി നമുക്ക് ഈ ആഡ് എംപ്ലോയിയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഡ്രോപ്പ് ഡൗൺ ആക്കണം. ഈ ഒരു ടെക്സ്റ്റ് ഫീൽഡ് ഡ്രോപ്പ് ഡൗൺ ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിൽ ഫില്ല് ചെയ്യാൻ എന്ത് കിട്ടണം, നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും കിട്ടണം. അപ്പൊ നമ്മൾ ആഡ് എംപ്ലോയി എന്ന് പറഞ്ഞ ഫയലിൽ വന്നു. അവിടെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്. ഇനി അത് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടാക്കണം നമ്മൾ. അതായത് മൊത്തം ഡിപ്പാർട്ട്മെന്റ്സ് നമുക്ക് കിട്ടും, പേജിനേഷൻ ഇല്ലാതെ. ഡിപ്പാർട്ട്മെന്റ്സ് ഈക്വൽ ടു എന്താണ്, ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഏത് ഫംഗ്ഷൻ ആണുള്ളത്, ലിസ്റ്റ് ഓൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അതിലേക്ക് പേജിനേഷൻ ഒന്നും പാസ് ചെയ്യുന്നില്ല, എല്ലാം നള്ളായിട്ടാണ് പോകും. അപ്പൊ എല്ലാ റെക്കോർഡും കിട്ടും, പേജിനേഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ്സിൽ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ടാവും. അതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. temp ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ ജസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കാണ്. റീഫ്രഷ് ചെയ്തു. അപ്പൊ അതില് നമ്പർ ഓഫ് റോസ് 2. അപ്പൊ അതിന്റെ റിസൾട്ട് നമുക്ക് വിളിച്ചാൽ മതി. ഇനി ഒന്നുകൂടെ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് നമുക്ക് ആ റിസൾട്ട് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, ഇനി ആ വാർഡംപ് ഞാൻ ഒഴിവാക്കിയിട്ട് നമ്മൾ ആദ്യം ആ ഡ്രോപ്പ് ഡൗൺ വരുത്താൻ വേണ്ടി നമ്മളെ ഫോമിൽ വരും ഇമെയിൽ ഡിപ്പാർട്ട്മെന്റ്. അവിടെ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് എന്നുള്ള മാറ്റിയിട്ട് നമ്മൾ സെലക്ട് ആക്കും. ബൂട്ട്സ്ട്രാപ്പിന്റെ സെലക്ട് ഫീൽഡ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് അറിയാൻ getbootstrap.comൽ പോവാം. getbootstrap.com ഡോക്യുമെന്റേഷൻ ഫോം കൺട്രോളിൽ വന്നു കഴിഞ്ഞാൽ ഫോം ടെക്സ്റ്റ് ഡിസേബിൾ റീഡ് ഓൺലി പ്ലെയിൻ ടെക്സ്റ്റ് ഫയൽ ഇൻപുട്ട് കളർ ഡാറ്റ ലിസ്റ്റ് സെലക്റ്റിൽ വന്നു കഴിഞ്ഞാൽ കാണും. അപ്പൊ ഫോം സെലക്ട് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് മാത്രം കൊടുത്താൽ മതി സെലക്റ്റിലേക്ക്. സെയിം നമ്മുടെ ഫോം ഇൻപുട്ട് എന്ന് കൊടുക്കുമ്പോൾ ഫോം സെലക്ട് കൊടുക്കണം, ഫോം കൺട്രോൾ എന്ന് കൊടുക്കുമ്പോൾ. അപ്പൊ ഇവിടെ ഇൻപുട്ടിന് നമ്മൾ ഫോം കൺട്രോൾ ആണ് കൊടുത്തത്. ജസ്റ്റ് ഞാൻ ഹൈഡ് ചെയ്യാണ്, കമന്റ് ചെയ്ത് വെച്ചു. കമന്റ് ചെയ്ത് സേവ് ചെയ്തിട്ട് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത്. ഇഷ്യൂസ് ഒന്നുമില്ല, ആ ലേബൽ മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ സിമ്പിൾ ആയിട്ട് ഒരു സെലക്റ്റഡ് ഏരിയ ലേബൽ ഒഴിവാക്കി. നെയിം നേരത്തെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് എന്നായിരുന്നു കൊടുത്തത്. ഇപ്പൊ നമ്മൾ സേവ് ചെയ്യേണ്ടത് ഡിപ്പാർട്ട്മെന്റിന്റെ നെയിം അല്ല സേവ് ചെയ്യേണ്ടത്, ഡിപ്പാർട്ട്മെന്റിന്റെ ഐഡി ആണ്. അതെന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഞാൻ ഇവിടെ ജസ്റ്റ് നെയിം ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എന്ന് കൊടുക്കാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തതെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യും. ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എന്നിട്ട് ഏതെങ്കിലും ഒരു ഫീൽഡ് സെലക്ടഡ് ആക്കി വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ ഞാനിവിടെ സെലക്ടഡ് എന്നുള്ള ബൈ ഡിഫോൾട്ട് ഫസ്റ്റ് വൺ സെലക്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന് കൊടുക്കാം. സെലക്ട് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ കൊടുത്തു. എന്നിട്ട് ഓപ്ഷൻസ് കൊടുക്കണം. അപ്പൊ ഈ ഓപ്ഷൻസ് ഡൈനാമിക് ആക്കണം. ആദ്യം ആ ഒരു ഫീൽഡ് വരുന്നുണ്ടോ നോക്കാം. പ്രോപ്പർ ആയിട്ട് നമ്മളെ ബൂട്ട്സ്ട്രാപ്പിന്റെ ഡിസൈനിൽ ആ ഫോം വന്നിട്ടുണ്ട്. സെലക്ട് ഡിപ്പാർട്ട്മെന്റ് ബൈ ഡിഫോൾട്ട് സെലക്ട്, അതായത് വാല്യൂ ഒന്നും ഉണ്ടാവില്ല. പിന്നെ 1 2 3 എന്ന് കാണിക്കും. ആ 1 2 3ക്ക് പകരമാണ് നമുക്ക് നമ്മളെ HR-ഉം അല്ലെങ്കിൽ IT സൈബർ സെക്യൂരിറ്റി ആ നമ്മളുടെ ഫീൽഡുകൾ വേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഒരു റിസൾട്ട് നമ്മൾ ലിസ്റ്റോള് കിട്ടിയിട്ടുള്ള ലിസ്റ്റോള് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ എംപ്ലോയി ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ലിസ്റ്റോളം നമ്മൾ യൂസ് ചെയ്യുന്നത്, അതൊരു വേരിയബിളിലേക്ക് എടുത്തുന്നിട്ട് വൈൽ ലൂപ്പിൽ നമ്മൾ ലൂപ്പ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു ഇഫ് കണ്ടീഷൻ ഉണ്ട്, എന്നിട്ട് വൈൽ ലൂപ്പ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഉപയോഗിക്കാം. അപ്പൊ റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിൾ ഇവിടെ എന്താണ്, ഇവിടെ റിസൾട്ട് എന്ന് പറയുന്നത് എംപ്ലോയി ലിസ്റ്റോൾ ആണ്. നമുക്ക് അവിടെ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് വേരിയബിളിന്റെ പേര്. ആഡ് എംപ്ലോയിൽ വന്നു, നമുക്ക് എന്തുണ്ട്, ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇനി ഈ ഫീൽഡ് ഡ്രോപ്പ് ഡൗൺ കൊടുക്കേണ്ട അവിടെ വന്നു. ഇതാണ് നമുക്ക് ഡൈനാമിക് ആക്കേണ്ടത്. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പ് വന്നിട്ട് PHP കോഡ് ഇടാം. ആദ്യം ഇഫ് കണ്ടീഷൻ ഇട്ടു, റിസൾട്ട് എന്നുള്ള മാറ്റിയിട്ട് ഡിപ്പാർട്ട്മെന്റ്സ് ആക്കി. എന്നിട്ട് ഡിപ്പാർട്ട്മെന്റ്സിലുള്ള നമ്പർ ഓഫ് റോസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, എന്നിട്ട് PHPന്റെ ഷോർട്ട് ഹാൻഡ് സിന്റാക്സ് ആക്കാണ്. കോളൻ കൊടുത്തിട്ട് എന്നിട്ട് ഇവിടെ PHPന്റെ കോഡ് ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ PHPന്റെ കോഡ് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല, വൈൽ ലൂപ്പും കൂടെ ഉണ്ട്, അതും ഷോർട്ട് ഹാൻഡ് ആക്കാം. റോ ഈക്വൽ ടു ഡിപ്പാർട്ട്മെന്റ്സിലുള്ള ഫെച്ച് ഒബ്ജക്റ്റ്, അതും ഷോർട്ട് സിന്റാക്സ് ആക്കി. ഓക്കെ, അപ്പൊ വൈൽ ലൂപ്പും ഇഫ് കണ്ടീഷനും വൈൽ ലൂപ്പും ആയി. എന്നിട്ട് ഓപ്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഓപ്ഷൻ മാത്രം വെച്ചിട്ട് ബാക്കി 2 ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാണ്. PHP കോഡ് ഓപ്പൺ ചെയ്തു, PHP കോഡ് ക്ലോസ് ചെയ്തു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം വൈൽ ലൂപ്പ് ക്ലോസ് ചെയ്യണം. അപ്പൊ അതിന്
എൻഡ് വൈൽ കൊടുത്ത് സെമിക്കോളൻ ഇട്ടു. അതേപോലെ തന്നെ അടുത്ത ലൈനിലേക്ക് എടുക്കാം. അടുത്ത ലൈനിൽ നമുക്ക് ഈഫ് കണ്ടീഷനും ക്ലോസ് ചെയ്യണം. എൻഡ് ഈഫ് കണ്ടീഷനും ക്ലോസ് ചെയ്തു. ഇനി നമുക്കിത് ഡൈനാമിക് ആയിരിക്കും. അതിൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈ റോയിലുള്ള അതിന്റെ ഐഡി ആയിരിക്കും. ഇവിടെ നമുക്ക് PHP എക്കോ, നമുക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഐഡി ആണ് സ്റ്റോർ ചെയ്യേണ്ടത്, നെയിം അല്ല. അപ്പോൾ ഡ്രോപ്പ് ഡൗണിൽ വാല്യൂ എന്ന് പറയുന്നത് ഹിഡൻ ആയിരിക്കും. വാല്യൂ എന്താണ് നമുക്ക് എടുക്കേണ്ടത്? ഡാറ്റാബേസിലേക്ക് പാസ് ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെന്റിന്റെ യൂസറെ സെലക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഐഡി ആയിരിക്കും. പക്ഷെ യൂസറിന് ഇങ്ങനെ കാണിക്കേണ്ടതോ? അതാണ് ഡ്രോപ്പ് ഡൗണിന്റെ ഈ ഓപ്ഷൻ ക്ലോസ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ കൊടുക്കുന്നത് യൂസറിന് കാണുന്ന ആ ലേബലാണ്. അവിടെ 1 എന്നാണല്ലോ നമ്മളിപ്പോ കാണിക്കുന്നത്. അവിടെ നമുക്ക് കാണിക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റിന്റെ നെയിമാണ്. ID 1, 2 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ യൂസറിന് മനസ്സിലാവും ഇത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് മനസ്സിലാവില്ലല്ലോ. യൂസറിന് കാണേണ്ടത് നെയിമും അതേപോലെ ഡാറ്റാബേസിന് പാസ് ചെയ്ത് കൊടുക്കേണ്ട ID ആണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വാല്യൂല് ID കൊടുത്തത്. ഇനി എന്ത് ചെയ്യണം? എക്കോ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ നെയിം സ്റ്റോർ ചെയ്യുന്ന ഫീൽഡ് എന്താണ്? നെയിം എന്ന് പറഞ്ഞ ഫീൽഡാണ്. നെയിം അവിടെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. സേവ് ചെയ്തു. ഓക്കെ ആണ്. ഇഫ് കണ്ടീഷൻ എൻഡ് വൈലും എൻഡ് ഇഫ് ഒക്കെ ഉണ്ട്, പ്രോപ്പർ ആണ്. ഓക്കെ, എനിവേ ഫോർമാറ്റർ അങ്ങോട്ടേക്ക് ഇടുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് PHP ടാഗ് ക്ലോസ് ചെയ്യുന്നത് കുഴപ്പമില്ല. നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. സെലക്ട് ഡിപ്പാർട്ട്മെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡ്രോപ്പ് ഡൗണിൽ നമുക്കിപ്പോ സെലക്ട് ഡിപ്പാർട്ട്മെന്റ് ബൈ ഡിഫോൾട്ട് ഉണ്ട്. അതിന് വാല്യൂ ഒന്നും ഉണ്ടാവില്ല, എംപ്റ്റി ആയിട്ടുണ്ടാവും. പിന്നെ IT സൈബർ സെക്യൂരിറ്റി. അപ്പൊ പ്രോപ്പർ ആയിട്ട് നമുക്ക് എന്താക്കിയിട്ടുണ്ട്? നമ്മളെ എല്ലാ വാല്യൂസും അവിടെ ഫില്ലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സേവ് ചെയ്യുന്നിടത്തും ഇത് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ഡാറ്റാബേസ് നമ്മൾ എംപ്ലോയിന്റെ ഡാറ്റാബേസിൽ എന്താണ്? ഡിപ്പാർട്ട്മെന്റിന്റെ നെയിം സ്ട്രിങ് ആയിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ മാറ്റിയിട്ട് നമുക്ക് അത് ഡിപ്പാർട്ട്മെന്റ് ID ആക്കണം. ഇപ്പൊ നമുക്കുള്ളത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു ഫീൽഡാണുള്ളത് എംപ്ലോയിൽ. അപ്പൊ അത് ചേഞ്ച് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആൾട്ടർ ടേബിൾ എംപ്ലോയീസ് എന്ന് പറഞ്ഞ ടേബിൾ ആൾട്ടർ ചെയ്യാൻ പോവാണ്. എന്താണ് ചെയ്യേണ്ടത്? ഡ്രോപ്പ് കോളം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ കോളം ഡ്രോപ്പ് ചെയ്ത് കളയും, അതായത് ഡിലീറ്റ് ചെയ്ത് കളയും. എന്നിട്ട് കോമ ഇട്ടിട്ട് അടുത്ത എന്താ ചെയ്യേണ്ടത്? ആഡ് കോളം ഡിപ്പാർട്ട്മെന്റ് ID ഇന്റിജർ ആയിരിക്കണം. നോട്ട് നൾ എന്നുള്ള മാറ്റിയിട്ട് നമുക്ക് നള്ളബിൾ തന്നെ ആക്കാം. ബൈ ഡിഫോൾട്ട് നള്ളായിരിക്കും. എന്നിട്ട് ആഡ് കൺസ്ട്രെയിന്റ്, ഒരു കൺസ്ട്രെയിന്റ് കൊടുക്കുകയാണ്. അതായത് FK ഡിപ്പാർട്ട്മെന്റ് ID ഫോറിൻ കീ അണ്ടർസ്കോർ ഡിപ്പാർട്ട്മെന്റ് ID എന്നാണ് കൺസ്ട്രെയിന്റ് പേര് കൊടുക്കുന്നുണ്ട്. പറയാണ് ഫോറിൻ കീ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ID. അതായത് ഈ ഡിപ്പാർട്ട്മെന്റ് ID എംപ്ലോയിലുള്ള ഡിപ്പാർട്ട്മെന്റ് ID അത് ഫോറിൻ കീ ആണെന്ന് പറയുന്നത്. ഫോറിൻ സ്പേസ് കീ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ID. അതായത് ഇതൊരു ഫോറിൻ കീ ആണ്. റെഫറൻസസ് അത് എവിടുന്നാ വരുന്നത്? റെഫറൻസസ് ഡിപ്പാർട്ട്മെന്റ്സ്. ഇതെന്താണ്? മറ്റേ ടേബിളിന്റെ പേര്, ഏത് ടേബിളിൽ നിന്ന് വരുന്ന ID ആണ് അത് എന്നാണ് പറയുന്നത്. ഡിപ്പാർട്ട്മെന്റ്സിലുള്ള, അതായത് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞ ടേബിളിലുള്ള ID എന്ന് പറഞ്ഞ കോളം, അതാണ് പറയണ ഇവിടെ റെഫറൻസസ്. അപ്പൊ അതൊന്ന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. നമ്മുടെ ഡാറ്റാബേസിൽ വന്നു, SQL പോയി ഇവിടെ ഈ ക്വറി പേസ്റ്റ് ചെയ്യാണ്, റൺ ചെയ്തു. അപ്പോൾ കുറെ എഫക്റ്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ വന്നു കഴിഞ്ഞാൽ അതിൽ 2 വാല്യൂ ഉണ്ട്. എംപ്ലോയിയിൽ വന്നു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഫീൽഡ് പോയി, പിന്നെ ഡിപ്പാർട്ട്മെന്റ് ID എന്ന് പറഞ്ഞ ഫീൽഡ് ഉണ്ട്. അതിൽ കാണാൻ ഒരു ആരോ കൊടുത്താണ്. ആരോ കൊടുത്ത് എന്താണ്? വേറെ ടേബിളിലേക്ക് റെഫറൻസ് ഇങ്ങനെ കൊടുക്കുന്നതിന് കൺസ്ട്രെയിന്റ് കൊടുത്തു കഴിഞ്ഞാലാണ് ഇങ്ങനെ ആരോ കാണാം. അപ്പൊ സ്ട്രക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം? ആ ഇൻഡെക്സ് നമ്മൾ കൊടുത്ത ഇൻഡെക്സിന്റെ പേര് കാണാം. FK ഡിപ്പാർട്ട്മെന്റ് ID എന്താണ്? യുണീക്ക് അല്ല. ഏത് ഫീൽഡ് കോളമാണ്? ഡിപ്പാർട്ട്മെന്റ് ID എന്ന് പറഞ്ഞ കോളമാണത്. അതെന്താണ്? ഒരു കീ ഉണ്ട്, അതിനൊരു ഇൻഡെക്സ് ഉണ്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അവിടെ. നള്ളബിൾ ആണോ അല്ലേ എന്നുള്ളത് യെസ് നള്ളബിൾ ആണ്, അതായത് എംപ്റ്റി ആവാൻ പറ്റും. വാല്യൂ കൊടുത്തില്ലെങ്കിലും അത് സ്റ്റോർ ചെയ്യും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. നള്ളബിൾ ആണോ അല്ലേ എന്നുള്ളത്. അപ്പൊ അതങ്ങോട്ട് ഫോറിൻ കീ അങ്ങോട്ട് റെഫർ ചെയ്യുന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ്സിലുള്ള ID ആണെന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അത് സ്റ്റോർ ചെയ്യുന്ന പാർട്ടാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ആഡ് എംപ്ലോയിയുടെ PHPയിൽ വന്നിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കൊടുത്തെടുത്തൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഇത് ഫീൽഡിന്റെ നെയിമാണ്. അവിടെ നമ്മൾ ID എന്ന് പറഞ്ഞാൽ മാറ്റിയല്ലോ. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ID എന്നാക്കി, ഡിപ്പാർട്ട്മെന്റ് ID എന്നാക്കി. പിന്നെ ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നിട്ട് ഇവിടെയും ഡിപ്പാർട്ട്മെന്റ് ID എന്നാക്കി. എന്നിട്ട് എന്താണ്? പോസ്റ്റിലുള്ള എന്താണ്? ഡിപ്പാർട്ട്മെന്റ് അല്ല, ഡിപ്പാർട്ട്മെന്റ് ID. ഇനി ഇവിടെയും നമ്മളെ ക്ലാസ്സിൽ ഡിപ്പാർട്ട്മെന്റ് ID ആക്കണം. ഡിപ്പാർട്ട്മെന്റ് ID ആക്കി ഇവിടെ എന്താണ്? ഡാറ്റയിലുള്ള ഡിപ്പാർട്ട്മെന്റ് ID. അപ്പൊ ഇവിടെ എറർ കിട്ടും, എംപ്ലോയി മോഡൽ മാറ്റിയിട്ടില്ല. അവിടെ പോയിട്ട് മാറ്റണം. എംപ്ലോയി മോഡൽ എന്താണ്? ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് ID ആക്കി. ഇനി ഇവിടെയും ചേഞ്ച് ചെയ്യാനുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ID ഇനിയിപ്പോ സ്ട്രിങ് അല്ല, അത് ഇന്റിജർ ആണ്. അപ്പോൾ S മാറ്റിയിട്ട് I കൊടുക്കണം. എന്നിട്ട് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള മാറ്റിയിട്ട് ID ആക്കി. പിന്നെ അതേപോലെ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് കൊടുത്തിട്ടുള്ളത് ID ആക്കി. ഫീൽഡിന്റെ നെയിം ആഡ് ചെയ്യുന്നിടത്ത് അപ്പൊ കറക്റ്റ് ചെയ്തു. ഇനി ലിസ്റ്റ് ചെയ്യുന്നിടത്ത് ഡിപ്പാർട്ട്മെന്റ് സെർച്ച് ചെയ്യുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ID സെർച്ച് ചെയ്യുന്നതിൽ നമുക്ക് കറക്റ്റ് ചെയ്യാം, പിന്നീട് കറക്റ്റ് ചെയ്യാം. അപ്ഡേറ്റിൽ അതേപോലെ തന്നെ
ഡിപ്പാർട്ട്മെന്റ് ഐ ഡി, ഫീൽഡ് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ആക്കി. ഡിപ്പാർട്ട്മെന്റ് ലാസ്റ്റ് ഐന്റെ തൊട്ട് മുമ്പ്, ലാസ്റ്റ് ഐഡിന്റെ ഐ ഇതാണ്, ഇതൊരു എസ് അവിടെ മാറ്റിയിട്ട് ഐ ആക്കി. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ആക്കി. ഡിലീറ്റ് ചെയ്യുന്നിടത്ത് പ്രശ്നമൊന്നുമില്ല. പിന്നെ സെർച്ചിന്റെ ഈ ഒരു ഭാഗത്താണ് മാറ്റാനുള്ളത്. സാനിറ്റൈസ് ചെയ്യുന്നിടത്ത് നമുക്ക് ആക്ച്വലി സാനിറ്റൈസ് ഇവിടെ ടാഗ് ഒന്നും റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഡയറക്റ്റിന് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എന്നുള്ളത് എന്താണ്, സാനിറ്റൈസ് ചെയ്യേണ്ട ആവശ്യമില്ല ആക്ച്വലി. ബാക്കിയൊക്കെ ഓക്കെ, സേവ് ചെയ്തു. ഇനി ആഡിൽ വന്നിട്ട് ആഡ് എംപ്ലോയി ഇവിടെ ഓക്കെ. വേറെ എവിടെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, മാനേജ് എംപ്ലോയി വന്നു, ഇങ്ങനെ വന്നു. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, സാലറി, ഡിപ്പാർട്ട്മെന്റ്. അവിടെ നമ്മൾ സെലക്ട് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ട് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അത് ഉറപ്പുവരുത്തി സേവ്. ബാക്കിയൊക്കെ ഓക്കെ. ഇനി നമുക്ക് ജസ്റ്റ് നമ്മൾ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. അതായത് എംപ്ലോയീസിൽ വന്നു. അപ്പൊ വാർണിംഗ്, അൺഡിഫൈൻഡ് പ്രോപ്പർട്ടി STD ക്ലാസ്. അപ്പൊ നമുക്ക് ഫെച്ച് ചെയ്ത് വരുമ്പോ അങ്ങനെ ഒരു ക്ലാസ് ഇല്ല. അതായത് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നിടത്ത്, ലിസ്റ്റിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഡിപ്പാർട്ട്മെന്റ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് മാറ്റിയിട്ട് തൽക്കാലം ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ആക്കാണ്. ഡിപ്പാർട്ട്മെന്റ് ഐ ഡി അല്ല വേണ്ടത്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. റീഫ്രഷ് ചെയ്തു. അപ്പൊ എറേഴ്സ് ഒന്നുമില്ല. ഡിപ്പാർട്ട്മെന്റ് ഐഡിന്റെ അവിടെ നള്ളായിരിക്കും, അതുകൊണ്ട് എംപ്റ്റി ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കൊരു എഡിറ്റ് ചെയ്യാം. ഫസ്റ്റ് ജോൺ ഡോനെ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യുമ്പോൾ ഡാറ്റാസ് ഒക്കെ ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്, പക്ഷെ ഡിപ്പാർട്ട്മെന്റ് ഫില്ല് ചെയ്ത് വന്നിട്ടില്ല. ഞാൻ സെലക്ട് ചെയ്ത് സൈബർ സെക്യൂരിറ്റി ആക്കാണ്. എന്നിട്ട് അപ്ഡേറ്റ് കൊടുത്തു. അപ്പൊ അപ്ഡേറ്റ് വർക്കായി റീഫ്രഷ് ആയിട്ടുണ്ട്. എന്നിട്ട് ആ ഡിപ്പാർട്ട്മെന്റിന്റെ കോളത്തിന് 3 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതെന്താണ്, ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഐഡിയ ആണ്. ഈ സൈബർ സെക്യൂരിറ്റിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ID 3 ആണ്. അതാണ് അവിടെ കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ എന്താണ് കാണിക്കേണ്ടത്, ഡിപ്പാർട്ട്മെന്റിന്റെ നെയിം ആണ് കാണിക്കേണ്ടത്, ID അല്ല. പിന്നെ ഈ ഡാറ്റാബേസിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക, ഡാറ്റാബേസിൽ പോയിട്ട് ഡാറ്റ എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ജോൺ ഡോ ഫസ്റ്റ് റെക്കോർഡ് അല്ല, അവിടെ നമുക്ക് 3 എന്നാണ് കാണാം. എംപ്ലോയിന്റെ ഡാറ്റാബേസ് എന്നാണ്, ടേബിൾ എന്നാണ് നമ്മൾ ഈ ഡാറ്റ ഇവിടെ ഫില്ല് ചെയ്ത് വെക്കുന്നത്. അതിൽ എന്താണുള്ളത്, ഡിപ്പാർട്ട്മെന്റ് ID 3 എന്നാണുള്ളത്. ആ 3 എവിടെ നിന്നാണ് വരുന്നത്, ഡിപ്പാർട്ട്മെന്റ്സിൽ 3 എന്ന് പറഞ്ഞ ഐഡിക്ക് നേരെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൈബർ സെക്യൂരിറ്റി എന്ന് കിട്ടും. അപ്പൊ അതെന്ത് ചെയ്യുന്നതാണ്, നമ്മൾ കൊറിയയിൽ ജോയിൻ ചെയ്തിട്ട് വേണം ഇവിടെ കാണിക്കാൻ വേണ്ടി. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ എംപ്ലോയി മോഡലിൽ പോയിട്ട് എംപ്ലോയി മോഡലിൽ ലിസ്റ്റ് ഓൾ ചെയ്യുന്ന സമയത്ത് അപ്ഡേറ്റ് അല്ല, ഫൈൻഡ് വൺ അല്ല, ലിസ്റ്റ് ഓൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ക്വറി ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സ് നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പൊ അതും നമ്മളൊരു വേരിയബിൾ ആക്കിക്കോ. ഡിപ്പാർട്ട്മെന്റ്സ് ടേബിൾ, പ്രൈവറ്റ് ഡിപ്പാർട്ട്മെന്റ് അണ്ടർസ്കോർ ടേബിൾ. അതിന് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമ്മൾ പേര് കൊടുത്തിട്ടുള്ള ടേബിളിന്റെ നെയിം. ആ ടേബിൾ ആണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്. ജോയിൻ ഒക്കെ നമ്മൾ SQL നമ്മൾ പഠിപ്പിച്ചതാണ്. ആ വീഡിയോസ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നുകൂടെ കണ്ടിട്ട് വരണം, അങ്ങനെയാണെങ്കിൽ ക്ലിയർ ആവുള്ളൂ. അപ്പൊ സെലക്ട് സ്റ്റാർ ഫ്രം എന്താണ്, എംപ്ലോയീസ്, എന്നിട്ട് നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പൊ ജോയിൻ പലതരത്തിലുണ്ടെന്ന് നമ്മൾ പഠിച്ചതാണ്. ലെഫ്റ്റ് ജോയിൻ ഉണ്ട്, റൈറ്റ് ജോയിൻ ഉണ്ട്, ഫുൾ ജോയിൻ ഉണ്ട്, അല്ലെങ്കിൽ ഇന്നർ ജോയിൻ. മെയിൻ ആയിട്ട് 3 ടൈപ്പ് ജോയിൻ ആണുള്ളത്. അപ്പൊ നമുക്ക് ഈ പേജിൽ നമുക്ക് എംപ്ലോയീസിനാണ് വേണ്ടത്, ഇമ്പോർട്ടന്റ് എംപ്ലോയീസിനാണ്. ഒരു എംപ്ലോയിക്ക് ഡിപ്പാർട്ട്മെന്റ് ഇല്ലെങ്കിൽ പോലും കാണിക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഡയറക്റ്റ് ജോയിൻ എന്ന് പറഞ്ഞ് കൊടുത്തു നോക്കാം. അപ്പൊ ഇവിടെ ഇതൊരു വേരിയബിൾ ആണ് അപ്പൻഡ് ചെയ്യുന്നതുകൊണ്ട് ആ വേരിയബിൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിന് നമ്മൾ സ്ട്രിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് കോട്ടിലിട്ടു ജോയിൻ, എന്നിട്ട് സ്പേസ് ഇട്ടു ഡോട്ട്, അടുത്ത വേരിയബിൾ നമ്മൾ അപ്പൻഡ് ചെയ്യാണ് $this ഡിപ്പാർട്ട്മെന്റ് ടേബിൾ. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ടേബിൾ ജോയിൻ ചെയ്യണം. അപ്പൊ ജോയിൻ ചെയ്യാനുള്ള കണ്ടീഷൻ കൊടുക്കണം ഓൺ. എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്, അത് എങ്ങനെയാണ് ഈ പറയാണ്, നമ്മൾ എംപ്ലോയിയും ഡിപ്പാർട്ട്മെന്റും കൂടെ ജോയിൻ ചെയ്ത് ലിങ്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ സ്പേസ് വേണം, ജോയിന്റെ തൊട്ട് മുമ്പ് സ്പേസ് വേണം. അപ്പോൾ അവിടെ നമ്മൾ ജോയിൻ ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ് പറയേണ്ടത്, ഓൺ എന്നിട്ടിട്ട് കണ്ടീഷൻ കൊടുക്കാം. അപ്പൊ ഇത് വേരിയബിൾ ആയതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു, എന്നിട്ട് സ്ട്രിങ്ങിന്റെ ഉള്ളിൽ സ്പേസ് ഇട്ടിട്ട് ഓൺ, എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് കണ്ടീഷൻ പറയാണ് ഡിപ്പാർട്ട്മെന്റ് ID, അതായത് എംപ്ലോയിലുള്ള ഡിപ്പാർട്ട്മെന്റ് അണ്ടർസ്കോർ ID ഈക്വൽ ടു എന്താണ്, ഡിപ്പാർട്ട്മെന്റ്സിലുള്ള ID, ഡിപ്പാർട്ട്മെന്റ്സ് ഡോട്ട് ID. ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ വേരിയബിൾ യൂസ് ചെയ്തിട്ടില്ല, നമുക്കത് കറക്റ്റ് ചെയ്യാം. ആദ്യം ഈ ഒരു സംഭവം വർക്ക് ആവുന്നുണ്ടോ നോക്കാം. ജസ്റ്റ് കൊറി ബ്രേക്ക് ആവുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സേവ് ചെയ്തു, റീഫ്രഷ് ചെയ്തു. കൊറി ബ്രേക്ക് ഒന്നും ആയിട്ടില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ ഞാൻ റീഫ്രഷ് ചെയ്തപ്പോ ഒറ്റൊരു വാല്യൂ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ജോൺ ഡോ. അയാൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ്, ഞാനിവിടെ ജോയിൻ ആണ്, ഇന്നർ ജോയിൻ അല്ലെങ്കിൽ ഫുൾ ജോയിൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇന്നർ ജോയിൻ കൊടുത്തുകൊണ്ട് എന്താണ്, മസ്റ്റ് ആയിട്ടും ഈ ടേബിൾ ജോയിൻ ആവുന്നവരെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ലെഫ്റ്റും റൈറ്റും ഉള്ള ടേബിൾ ജോയിൻ ആവും. ജോയിൻ ചെയ്യുന്ന എങ്ങനെ ID ഇല്ല. അപ്പൊ ബാക്കി എല്ലാവർക്കും ഡിപ്പാർട്ട്മെന്റ് ID നള്ളാണ്. അപ്പൊ അവരെ ജോയിൻ ആവില്ല. അപ്പൊ അവരൊന്നും കിട്ടുന്നില്ല, ഒരാൾ മാത്രമേ കിട്ടുന്നുള്ളൂ. അതിന് പകരം നമുക്ക് ലെഫ്റ്റിലുള്ള എല്ലാം വേണം, അതായത് എംപ്ലോയീസിലുള്ള എല്ലാം വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ, ലെഫ്റ്റ് ജോയിൻ ആക്കാം. ലെഫ്റ്റ് ജോയിൻ ആക്കി റീഫ്രഷ് ചെയ്തു. അപ്പൊ നമുക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ്സും കിട്ടിയിട്ടുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ ID മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ്
എന്ന് പറയുന്നതിന്റെ കൂടെ നമ്മൾ എന്ത് കൊടുക്കാണ്, സെലക്ട് എംപ്ലോയീസ്, ഇവിടെ വേരിയബിൾ ആക്കാം, എംപ്ലോയീസ് ഡോട്ട് സ്റ്റാർ. ഇപ്പൊ തൽക്കാലം ഹാർഡ് കോഡ് ചെയ്ത് കൊടുക്കാണ്. എംപ്ലോയീസിലുള്ള എല്ലാം എടുക്കണം, കോമ, പിന്നെന്താണ് എടുക്കേണ്ടത്, ഡിപ്പാർട്ട്മെന്റ്സ് ഡോട്ട് നെയിം അതും എടുക്കണം. ആസ് എന്താണ്, അതിന് പേര് കൊടുക്കാം നമുക്ക്, എന്താണ്, ഡിപ്പാർട്ട്മെന്റ് നെയിം. അതായത് എംപ്ലോയീസ് ഡോട്ട് സ്റ്റാർ, എംപ്ലോയീസ് എന്ന് പറഞ്ഞ ടേബിൾ വരും, അതിലുള്ള എല്ലാം എടുക്കുക, ഡിപ്പാർട്ട്മെന്റ്സിലുള്ള നെയിം എടുക്കുക. ആ നെയിമിന് എന്താ പേര് എടുക്കേണ്ടത്, ഡിപ്പാർട്ട്മെന്റ് നെയിം. എന്നിട്ട് സേവ് ചെയ്തു. അത് വർക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡെക്സിൽ എന്താവും, നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ID എന്നുള്ളതിന് പകരം ഡിപ്പാർട്ട്മെന്റ്_നെയിം എന്നാണ് യൂസ് ചെയ്യാൻ പറ്റും. റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്തപ്പോൾ അത് വർക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഡിപ്പാർട്ട്മെന്റിന് നേരെ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം ആഡ് ചെയ്തിട്ട് ജോൺഡുവിന് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതെന്ത്, സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ റെക്കോർഡും കൂടെ ഞാൻ എഡിറ്റ് ചെയ്യാണ്. അവിടെ എഡിറ്റ് ചെയ്ത് IT എന്നാക്കി അപ്ഡേറ്റ് എടുത്തു. റീഫ്രഷ് ചെയ്ത് പേജിലേക്ക് വന്നപ്പോൾ അവിടെ എന്താക്കിയിട്ട് അൻഷാദിന് IT എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള എന്താണ്, ഒരു വേരിയബിൾ നമ്മൾ ഹാർഡ് കോഡ് ചെയ്തെടുത്ത വേരിയബിൾ, ഡാറ്റാബേസിന്റെ നെയിം വേരിയബിൾ ആക്കുന്നത്. പിന്നെ നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള സെർച്ച് ആണ്. ഫിക്സ് ചെയ്യാനുള്ളത് സെർച്ചിൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റിന്റെ നെയിം വെച്ച് സെർച്ച് ചെയ്യുന്ന ഒരു ഭാഗം കൂടെ നമുക്ക് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അതിനു മുമ്പ് നമുക്ക് എഡിറ്റിലും കൂടെ ചെറിയൊരു ഫിക്സ് വരുത്തേണ്ടതുണ്ട്. അതായത് ജോൺഡുവിനെ നമ്മൾ എഡിറ്റ് ചെയ്യണം, സൈബർ സെക്യൂരിറ്റി ആഡ് ചെയ്ത്. ഇനി എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഓൾറെഡി സൈബർ സെക്യൂരിറ്റി നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് സൈബർ സെക്യൂരിറ്റി ഇവിടെ സെലക്ട് ആയി നിൽക്കണം, അത് സെലക്ട് ആയി നിന്നിട്ടില്ല. അപ്പൊ അതിനുള്ള ഫിക്സും കൂടെ കൊടുക്കണം. അത് വാല്യൂ നമ്മൾ സെലക്ടഡ് എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടതാണ്. നമ്മൾ ആഡ് എംപ്ലോയിൽ ഇവിടെയാണ് നമ്മൾ ഫോം കൊടുക്കുന്നത്, നമ്മൾ വാല്യൂ സെറ്റ് ചെയ്തിട്ടില്ല അവിടെ. അപ്പൊ സെലക്ടഡ് എന്ന് പറഞ്ഞ് കൊടുക്കണം. എന്താണ്, ഈ വാല്യൂ മാച്ച് ആവുന്നുണ്ടെങ്കിൽ. അപ്പൊ നേരത്തെ നമ്മൾ സെർച്ചിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു വാല്യൂ സെലക്ടഡ് എന്ന് പറഞ്ഞ് കൊടുത്തത്. അതായത് നമ്മൾ ഇൻഡെക്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെയ്തത് കാണാം. ഇവിടെ നമ്മൾ സെലക്ടഡ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഈ ഓപ്ഷന്. ആ വാല്യൂ സെയിം ആണെങ്കിൽ അതേ അപ്രോച്ച് നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമ്മൾ ആഡ് എംപ്ലോയിൽ വന്നു. ഈ ഒരു കോഡ് നമുക്ക് ആവശ്യമില്ല ഇനി. എന്നിട്ട് ഒറ്റൊരു ഓപ്ഷൻ ആണുള്ളത്, ഓപ്ഷന്റെ വാല്യൂ ആണ്. ഒന്ന് ക്ലീൻ അപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷനിൽ ഒരു ആട്രിബ്യൂട്ട് കൂടെ ആഡ് ചെയ്യണം. ഈ ഒരു വാല്യൂ ആട്രിബ്യൂട്ട് കഴിഞ്ഞ് ക്ലോസ് ചെയ്തതിനു ശേഷം സ്പേസ് ഇട്ടിട്ട് എക്കോ നമ്മൾ എന്താണ്, ഈ ഒരു റോയിലുള്ള ID ഡബിൾ ഈക്വൽ ടു എന്താണ്, നമ്മളെ ഡാറ്റയിലുള്ള ഡിപ്പാർട്ട്മെന്റ് ID. ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഓൾറെഡി ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള എക്സിസ്റ്റിംഗ് എംപ്ലോയി എന്നാണ്. അപ്പൊ അതിൽ ഡിപ്പാർട്ട്മെന്റ് ID ഉണ്ടാവും. ഡാറ്റ ഡിപ്പാർട്ട്മെന്റ് ID, അതായത് ഈ ഡ്രോപ്പ് ഡൗണിലുള്ള ഐഡിയും ഡിപ്പാർട്ട്മെന്റ് ID എന്ന് പറഞ്ഞിട്ട് എംപ്ലോയി ടേബിളിൽ സ്റ്റോർ ചെയ്ത് വെച്ച ഐഡിയും ഒന്നാണെങ്കിൽ സെലക്ടഡ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് അവിടെ ആഡ് ചെയ്യാനാണ് ഈ പറയുന്നത്. സേവ് ചെയ്തു, പേജ് റീഫ്രഷ് ചെയ്തു. അപ്പൊ ജോൺഡോ റീഫ്രഷ് ചെയ്തപ്പോൾ വന്നിട്ടില്ല. ഒന്നുകൂടെ റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇല്ല, വന്നിട്ടില്ല. വാണിംഗ്. ഓക്കെ, അറ്റംപ്റ്റ് റീഡ് പ്രോപ്പർട്ടി ഡിപ്പാർട്ട്മെന്റ് ID ഓഫ് അറേ. ഓക്കെ, ഇതൊരു അറേ ആണ്. ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, അറേ ആണ്. നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ എന്താണ്, അറേ. അതിൽ ഡിപ്പാർട്ട്മെന്റ് ID ഉണ്ട്, അത് അറേ ആണ്, ഒബ്ജക്റ്റ് അല്ല. അപ്പോ അറേ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബ്രാക്കറ്റ് ഇട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് ആക്സസ് ചെയ്യേണ്ടത്. ഇനി റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് സൈബർ സെക്യൂരിറ്റി ഉണ്ട്. ഞാൻ എംപ്ലോയിലേക്ക് തിരിച്ചു വന്നു, അൻഷാദ് എഡിറ്റ് കൊടുക്കാണ്. അപ്പൊ IT അവിടെ സെലക്ട് ആയി നിൽക്കുന്നുണ്ട്. അതെനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ സൈബർ സെക്യൂരിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്തു, അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതും സൈബർ സെക്യൂരിറ്റി ആയി. എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും സൈബർ സെക്യൂരിറ്റി ആണ് നിൽക്കുന്നത്. ഒന്നുകൂടെ എഡിറ്റ് ചെയ്തിട്ട് ഞാനത് IT ആക്കി മാറ്റാണ്. ഓക്കെ, അപ്പൊ IT ഡിപ്പാർട്ട്മെന്റിൽ ഒരു എംപ്ലോയി, സൈബർ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ ഒരു എംപ്ലോയി ഉണ്ട്, ബാക്കി എംപ്ലോയീസിനൊന്നും ഡിപ്പാർട്ട്മെന്റ് ഇല്ല. ഇനി നിങ്ങൾക്ക് ഇതേപോലെ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാവർക്കും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് വേരിയബിൾസ് ആക്കാം. വേരിയബിൾസ് ആക്കുന്ന ദിസ് ടേബിൾ എംപ്ലോയീസ് എന്നുള്ളത് ദിസ് ടേബിൾ ആണ് വരുന്നത്. അപ്പോ ഞാൻ ഇവിടെ വന്നിട്ട് സ്ട്രിങ് ക്ലോസ് ചെയ്തു. എന്നിട്ട് ഇവിടെ വീണ്ടും സ്ട്രിങ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വേരിയബിൾ ആക്കി. എന്നിട്ട് ആ വേരിയബിളിന്റെ അവിടെ അപ്പൊ എന്ത് ചെയ്യും, ഇവിടെ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് ഡോട്ടായി. ഇനി വേറെ എവിടെയെങ്കിലും എംപ്ലോയീസ് യൂസ് ചെയ്യുന്നുണ്ടോ, ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡോട്ട് നമ്മൾ സ്ട്രിങ്ങിൽ എംപ്ലോയീസ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ആ കൊറിയയിൽ കൊടുക്കാനുള്ള ഡോട്ടാണ്. ഇനി ഡിപ്പാർട്ട്മെന്റ്സ് ഡോട്ട് എന്നുണ്ടാവും. പക്ഷെ നമ്മൾ അതിലെന്താണ്, ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള മാത്രമാണ് വേരിയബിൾ ആയി വരുന്നത്. ഡിപ്പാർട്ട്മെന്റ്സ് എന്നുള്ളത് അവിടെ ജസ്റ്റ് പ്രിന്റ് ചെയ്യാം. അപ്പൊ ദിസ് ടേബിൾ എന്നുള്ള മാറ്റി ഡിപ്പാർട്ട്മെന്റ്സ് ടേബിൾ ആക്കാം. ഡിപ്പാർട്ട്മെന്റ്_ID ഈക്വൽ ടു ഡിപ്പാർട്ട്മെന്റ്സ്.ID. കറക്റ്റ് ആയി, അവിടെ കറക്റ്റ് ആയി. ഇനി അത് ഒന്നും കൂടെ കോപ്പി ചെയ്തിട്ട് ഇവിടെയുണ്ട് ഡിപ്പാർട്ട്മെന്റ്സ്, അവിടെ കൂടെ കൊടുക്കുകയാണ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ്സ്.നെയിം സേവ് ചെയ്തു. ലിസ്റ്റ് ചെയ്യുന്നിടത്ത് വർക്കിംഗ് ആണ്, റീഫ്രഷ് ചെയ്തപ്പോൾ അപ്പൊ അവിടെ ഇഷ്യൂസ് ഒന്നുമില്ല, അതും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആകെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് സെർച്ച് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു ടേബിളിലല്ല സെർച്ച് അപ്ലൈ ചെയ്യേണ്ടത്. സെർച്ച് അപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണ്, നമ്മളെ ഡിപ്പാർട്ട്മെന്റ് നെയിമിലാണ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ സെർച്ച് ഉണ്ടെങ്കിൽ
നമ്മൾ അതിനെ ഡിപ്പാർട്ട്മെന്റ്സിലുള്ള നെയിമാണ് സെർച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞ് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ഡിപ്പാർട്ട്മെന്റ്സ് ഡോട്ട് നെയിം. അപ്പൊ ഡിപ്പാർട്ട്മെന്റ്സിലുള്ള നെയിമാണ് സെർച്ച് ചെയ്യേണ്ടത് എന്നുള്ള പറഞ്ഞു. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോർട്ട് ചെയ്യേണ്ടത്, ഇത് സോർട്ട് ചെയ്യാനുള്ളതാണ്. സെർച്ചിലും അതേപോലെ തന്നെ കൊടുക്കാം. ഡിപ്പാർട്ട്മെന്റ്സ് ഡോട്ട് നെയിം കൊടുത്തു. പിന്നെ താഴെ വന്നു കഴിഞ്ഞാൽ അപ്ഡേറ്റ്, ഓക്കെ, ഡിലീറ്റിൽ ആവശ്യമില്ല. പിന്നെ ഉള്ളത് ടോട്ടൽ കൗണ്ട് ആണെന്നെടുത്തും ഇതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള മാറ്റിയിട്ട് ഡിപ്പാർട്ട്മെന്റ്സ് ഡോട്ട് നെയിം, ഡിപ്പാർട്ട്മെന്റ്സിലുള്ള നെയിം ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി കണ്ടെയ്ൻസ് ജനറേറ്റ് ക്വറിയിലൊന്നും ഓക്കെ, അവിടെ ഒന്നും ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി ഫ്രണ്ട് എൻഡിൽ വരാം. ഇൻഡെക്സ് ആണ്, എംപ്ലോയിൽ ഇൻഡെക്സ് സെർച്ച് ചെയ്യുന്നിടത്ത് സെർച്ച് ഫീൽഡ് ഡിപ്പാർട്ട്മെന്റ് നെയിം നോക്കണം. ഡിപ്പാർട്ട്മെന്റ് നെയിം വെച്ചിട്ടാണ് സെർച്ച് ചെയ്യുന്നത്. വാല്യൂ എന്താണ്, ഡിപ്പാർട്ട്മെന്റ്സ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അത് മാറ്റി കൊടുത്തു, ഡിപ്പാർട്ട്മെന്റ്സ് നെയിം ആക്കി. ഇനി സെർച്ച് വർക്കിംഗ് ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കൺഫേം അല്ല, വർക്ക് ആവോ എന്നുള്ളത്. ഡിപ്പാർട്ട്മെന്റ് നെയിം ഈക്വൽസ് IT സെർച്ച് കൊടുക്കാം. അപ്പൊ അവിടെ ഇഷ്യൂ വന്നിട്ടുണ്ട്. അൺനോൺ കോളം ഡിപ്പാർട്ട്മെന്റ്സ് നെയിം വേർ ക്ലോസിൽ അങ്ങനെ ഒരു കോളം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ വേർ ക്ലോസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ലിസ്റ്റ് ഓളിൽ തന്നെ സെർച്ച് പോവും. സെലക്ടും ജോയിനും ചെയ്തു. ജോയിൻ ചെയ്തതിന് ശേഷം ഈ ഒരു ഫംഗ്ഷനിൽ പോയിട്ട് എന്ത് ചെയ്യും, നമ്മളെ ക്വറിയിലേക്ക് ആ ഒരു കണ്ടീഷനും കൂടെ ആഡ് ചെയ്യും, ഡിപ്പാർട്ട്മെന്റ്സ് ഡോട്ട് നെയിം. അപ്പൊ എന്താണ് ക്വറി നമുക്ക് പ്രിപ്പയർ ആവുന്നുള്ളത് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അങ്ങനെയാണ് നമ്മൾ ഡീബഗ് ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ ലിസ്റ്റ് ഓൾ ഫംഗ്ഷനിലേക്ക് പോവാം. ലിസ്റ്റ് ഓൾ ഫംഗ്ഷനിലേക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്യുന്ന ക്വറി എന്താണെന്നുള്ളത് നോക്കാം. Select employees.star, okay. Departments.name as department name. From employees left join department on department ID where departments.name question mark കൊടുക്കണം. അതായത് departments.name. അപ്പൊ അവിടെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് നെയിം അത് ക്വറി നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്യൂ ഉണ്ടോന്നുള്ള ക്വറി അങ്ങനെ തന്നെ നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത് ലിമിറ്റ് ഒക്കെ ഒഴിവാക്കാം. ഇത് മാത്രം എടുത്തിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ടേബിൾ പ്ലസിൽ നോക്കാം അതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത്. ബ്യൂട്ടിഫൈ സെലക്ട് ചെയ്തിട്ട് ബ്യൂട്ടിഫൈ എന്ന ഓപ്ഷൻ കൊടുത്തു. പ്രോപ്പർ ബ്യൂട്ടിഫൈ ആയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് നെയിമിന്റെ അവിടെ നമുക്ക് IT എന്നാണ് കൊടുക്കേണ്ടത്. IT എന്നാണ് കൊടുത്തു, റൺ കൊടുത്തു. അപ്പൊ അത് കറക്റ്റ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രോപ്പറായിട്ട് അത് വരും, കാരണം അതിൽ ഇഷ്യൂസ് ഒന്നുമില്ല. SQL പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേങ്കിൽ എന്താണ്, നമ്മളത് ബൈൻഡ് ചെയ്യുമ്പോഴുള്ള ഒരു ഇഷ്യൂ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ അതിന് പകരം നമുക്ക് ഡിപ്പാർട്ട്മെന്റ് നെയിം എന്ന് കൊടുക്കാൻ പറ്റുമോ നമുക്ക്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്യൂ വരും. ഓക്കെ, അപ്പൊ ഇഷ്യൂ വരുന്നത് അവിടെ നിന്നല്ല. ഇഷ്യൂ വരുന്നത് നമുക്ക് രണ്ട് ഫംഗ്ഷൻ ആണ് നമ്മൾ വിളിക്കുന്നത്. ഒന്ന് നമ്മൾ ടോട്ടൽ കൗണ്ട് കാണാനുള്ള ഫംഗ്ഷൻ വിളിക്കുന്നത്. അവിടെയും നമ്മൾ സെർച്ച് ക്വറി കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇവിടെ ഈ സെർച്ച് ക്വറി വരുമ്പോ എന്താവും, അവിടെ ഇഷ്യൂ വരുന്നത്. ഇവിടെ എക്കോ ചെയ്യാം നമുക്ക് ക്വറി. ഇവിടെ നമ്മൾ സെർച്ച് പാസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യുന്നില്ല. അതാണ് ഇഷ്യൂ. നമുക്ക് നോക്കാം. ആദ്യത്തെ നമ്മൾ വർക്ക് ആയെന്ന് പറഞ്ഞല്ലോ. രണ്ടാമത്തെ ക്വറി നമുക്ക് നോക്കുകയാണെങ്കിൽ സെലക്ട് ഫ്രം എംപ്ലോയീസ് ലെഫ്റ്റ് ജോയിൻ ഡിപ്പാർട്ട്മെന്റ്, ഓക്കെ, വേർ ഡിപ്പാർട്ട്മെന്റ് നെയിം. രണ്ടാമത്തെ സെലക്ട് കൗണ്ട്, അതിൽ ഫ്രം എംപ്ലോയീസ് വേർ അവിടെ ഡിപ്പാർട്ട്മെന്റ്സ് നെയിം ഉണ്ട്, പക്ഷെ അതിൽ ജോയിൻ ചെയ്തിട്ടില്ല. ആദ്യത്തേൽ ജോയിൻ ഉണ്ട്. അപ്പൊ അവിടെയാണ് ഇഷ്യൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ആ ജോയിൻ അവിടെയും കൂടെ കൊടുക്കണം. അപ്പൊ ഈ ക്വറി ഒക്കെ ഇനി ഒഴിവാക്കാം. നമുക്ക് ആവശ്യമില്ലാത്ത ഫംഗ്ഷൻസ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഇവിടെയും ക്വറി എക്കോ ചെയ്യുന്നത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ജോയിൻ ബ്ലോക്ക് നമുക്ക് കോപ്പി ചെയ്യാം. സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഫീൽഡ് നമുക്ക് കൗണ്ട് എടുക്കുന്നിടത്ത്, പക്ഷെ ജസ്റ്റ് ജോയിൻ മാത്രം ചെയ്താൽ മതി. ഡോട്ട് ഇടണം. ലെഫ്റ്റ് ജോയിൻ എന്താണ്, അപ്പൊ ആ ലെഫ്റ്റ് ജോയിൻ ഇവിടെയും കൂടെ അപ്ലൈ ചെയ്തു. പിന്നെ റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്തു. IT ഉണ്ടോ, നമ്മൾ IT സെർച്ച് ചെയ്തപ്പോൾ IT ഡിപ്പാർട്ട്മെന്റിലുള്ള മാത്രം വന്നിട്ടുണ്ട്. ഇനി കണ്ടെയ്ൻസ് നമ്മൾ സൈബർ എന്ന് പറഞ്ഞു, ഡിപ്പാർട്ട്മെന്റ് നെയിം കണ്ടെയ്ൻസ് സൈബർ. അപ്പൊ എന്താണ്, സൈബർ സെക്യൂരിറ്റിയിലുള്ള ആ ഒരു എംപ്ലോയീസിനെ മാത്രം ലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് നമ്മൾ ആ ഡ്രോപ്പ് ഡൗൺ ആക്കിയ ഫംഗ്ഷനാലിറ്റി ആഡിൽ വർക്കായി, എഡിറ്റിൽ വർക്കായി, അതേപോലെ തന്നെ നമ്മൾ എവിടെയും വർക്ക് ആയിട്ടുണ്ട്, നമ്മൾ സെർച്ച് ചെയ്യുന്നിടത്തും വർക്ക് ആയിട്ടുണ്ട്. ഇനി സോർട്ടിങ് നോക്കാം, വർക്ക് ആവുന്നുണ്ടോ. സോർട്ടിങ് ഇവിടെ വർക്ക് ആയിട്ടില്ല. അപ്പോ സോർട്ടിലേക്ക് എന്താണ് നമ്മൾ പാസ് ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ഇവിടെ നിന്ന് പാസ് ചെയ്യുന്നത്. അപ്പൊ അത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, നമ്മള് ഡിപ്പാർട്ട്മെന്റ്സ് ഡോട്ട് നെയിം ആയിരിക്കണം പാസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഫ്രണ്ട് എൻഡിൽ വന്നു. ഇൻഡെക്സിൽ വന്നു കഴിഞ്ഞാൽ ഇൻഡെക്സിൽ നമുക്ക് ആ സോർട്ടിങ്ങിന്റെ URL ജനറേറ്റ് ചെയ്യാൻ നമുക്ക് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഫംഗ്ഷനിലേക്ക് നമ്മൾ ഫീൽഡ് പാസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫീൽഡ് പാസ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റിന്റെ അവിടെ നിന്ന് നമ്മൾ ഫീൽഡ് പാസ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഫോം കഴിഞ്ഞു. താഴെ ടേബിളിന്റെ ഹെഡിങ്ങിലാണുള്ളത്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, സാലറി, ഡിപ്പാർട്ട്മെന്റ്. അവിടെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് പാസ് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റ്സ് ഡോട്ട് നെയിം, ഡിപ്പാർട്ട്മെന്റ്സ് ഡോട്ട് നെയിമിനെ വെച്ചിട്ടാണ് നമ്മൾ
സോർട്ട് ചെയ്യേണ്ടത്. എംപ്ലോയിൽ ക്ലിക്ക് ചെയ്തു, ഡിപ്പാർട്ട്മെന്റ് സോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇത് ആൽഫബറ്റിക് ഓർഡറിൽ എന്ന് പറയുമ്പോൾ ആദ്യം നൾ എംറ്റി ആയിട്ടുള്ളതാണ് വരിക. അത് തിരിച്ചും IT ലാസ്റ്റുള്ള ആൽഫബറ്റിക് IT അത് വന്നു, പിന്നെ സൈബർ സെക്യൂരിറ്റി. അപ്പൊ അങ്ങനെ നമുക്ക് ഫിൽട്ടർ ചെയ്യാനും സോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ പേജിനേഷനും വർക്കിംഗ് ആണെന്നും ബ്രേക്ക് ആയിട്ടില്ല. ഡിലീറ്റും കൂടെ വർക്കിംഗ് ആണെന്ന് നോക്കാം. ഡിലീറ്റ്, ഓക്കെ, ഡിലീറ്റും വർക്ക് ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഫംഗ്ഷനാലിറ്റിയും വർക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ജോയിൻ ചെയ്തിട്ട് ടേബിൾ എടുക്കുന്നത്. ജോയിൻ എന്ന് പറയുന്നത് എന്താണ്? ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ റിലേഷൻ കൊടുക്കുന്നത്. എങ്ങനെയാണ് ഈ ടേബിളും മറ്റേ ടേബിളും എങ്ങനെയാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത് നോക്കണം. അപ്പൊ ലിങ്ക് ചെയ്ത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഫോറിൻ കീ ഉപയോഗിച്ചാണ് ലിങ്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ നെയിമിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഏത് ടേബിളിന്റെ ID ആണോ ഇപ്പുറത്ത് സ്റ്റോർ ചെയ്യുന്നത് അതിന്റെ അണ്ടർസ്കോർ ഇട്ട് കൊടുക്കുക. ഉദാഹരണത്തിന് നമ്മൾ എംപ്ലോയീസിൽ ഡിപ്പാർട്ട്മെന്റ് ID ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞ ടേബിൾ ഉള്ളതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഇല്ലാതെ അണ്ടർസ്കോർ ID, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ID ആണത്. അപ്പോൾ ആ ടേബിൾ കാണുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിലാവും, യൂസേഴ്സിന് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിന് മനസ്സിലാവും. അപ്പൊ ഇവിടെ നമ്മൾ വന്നിട്ട് എംപ്ലോയീസ് എന്ന് പറഞ്ഞ ടേബിൾ എടുത്തു, അതിന്റെ സ്ട്രക്ചർ നോക്കിയിട്ട് പറയാണ് ഡിപ്പാർട്ട്മെന്റ് ID എന്ന് പറഞ്ഞൊരു കോളം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ ID ആണ് എന്ന് മനസ്സിലാവും. പിന്നെ അതിന്റെ റെഫറൻസ് കൂടെ നോക്കി കഴിഞ്ഞാൽ ഓക്കെ, ഇത് ഡിപ്പാർട്ട്മെന്റ്സ് എന്നാണ് വരുന്നത് എന്നുള്ളതും കറക്റ്റ് മനസ്സിലാവും. ആരോ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്നാണ് വരുന്നത്, ക്ലിയർ ആവും. ഇനി ഒറ്റൊരു കാര്യം മാത്രമേ നമുക്ക് ഫിക്സ് ചെയ്യാനുള്ളൂ, അതായത് ഫോം റീസെറ്റ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റിനുള്ളത്. ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട് നമ്മൾ ഫോം ആഡ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തു, ഓക്കെ, ഡാറ്റ ഫിൽ ചെയ്തു, ക്ലിയർ കൊടുക്കുമ്പോൾ അത് റീസെറ്റ് ആവില്ല. അത് എംപ്ലോയിക്ക് റീസെറ്റ് ആവുന്നുണ്ടോ നോക്കാം. എംപ്ലോയിൽ ക്ലിക്ക് ചെയ്തു, നെയിം ഒക്കെ കൊടുത്തു, അവിടെ ക്ലിയർ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫോം റീസെറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഡിപ്പാർട്ട്മെന്റിന് റീസെറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് അതിന്റെ ഫോമിന്റെ നെയിം കൊടുക്കണം. അപ്പൊ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് റീസെറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫോമിന്റെ ഒരു ID ആണ് നമ്മൾ കൊടുക്കുന്നത്. ആദ്യം ഈ ID നമുക്ക് ഫോമിൽ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും നോക്കാം. ഫോം ID, എന്നിട്ട് ഹാർഡ് കോഡ് ചെയ്യാതെ ഫോം ID പാസ് ചെയ്യുന്ന ഫോം ID വെച്ചിട്ട് അതിൽ റീസെറ്റ് വർക്ക് ആവും നോക്കാം. ബാക്കിയുള്ള ഈ ഫീൽഡ് റീസെറ്റ് ചെയ്യുന്നതിന്റെ ആവശ്യം വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പിന്നീട് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഫോം ID പാസ് ചെയ്യാം റീസെറ്റ് ഫോമിലേക്ക്. അപ്പൊ നമുക്ക് ആഡ് എംപ്ലോയി ഫോമിൽ റീസെറ്റിൽ എന്തുണ്ടാവും? ആ റീസെറ്റ് ഫോം ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫോമിന്റെ ID എന്താണ്? നമ്മളെ ഫോമിന്റെ ID പോസ്റ്റ് എംപ്ലോയി ഫോം. എംപ്ലോയി ഫോം ആണ്. ഇതൊരു സ്ട്രിങ് ആയതുകൊണ്ട് കോട്ട്സിലിട്ടിട്ട് അതിലേക്ക് പാസ് ചെയ്യാണ്. ഇനി ആഡ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മളെ ഫോമിന്റെ പേരെന്താണ്? പോസ്റ്റ് ചെയ്യുന്ന ഫോം സെർച്ചിന്റെ ഫോം അല്ല, ഡിപ്പാർട്ട്മെന്റ് ഫോം. അപ്പോൾ അത് നമ്മൾ വന്നിട്ട് ഇവിടെ റീസെറ്റ് ഫോമിലേക്ക് ഡിപ്പാർട്ട്മെന്റ് ഫോം എന്ന് സെർച്ച് പാസ് ചെയ്യാണ്. ഇത് എനഫ് ആണോ നോക്കാം. ക്ലിയർ ക്ലിക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫോം ലെവൽ റീസെറ്റ് മാത്രം മതി, ഫീൽഡ് ലെവൽ റീസെറ്റിന്റെ ആവശ്യം വരുന്നില്ല. ഇത് നമുക്ക് ക്ലെയിം ചെയ്യാം. അപ്പൊ ഫോം റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര മാത്രം ചെയ്താൽ മതി. ആ ഫോം എടുക്കുക, എന്നിട്ട് അതിൽ റീസെറ്റ് എന്നുള്ള ഫംഗ്ഷൻ വിളിക്കുക, അതിന്റെ ആവശ്യം വരുന്നുള്ളൂ.